ദൈവം ധൈര്യപ്പെടുത്തിയ രാത്രി. അപ്പോസ്തലപ്രവൃത്തി 23:11 പൗലോസേ, ഭയപ്പെടേണ്ട, ആമേൻ, നീ യെരൂശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. അപ്പൊ യെരൂശലേം മുതൽ റോം വരെയുള്ള ആ ദീർഘയാത്രക്കിടയിൽ ഉണ്ടായ പ്രതിസന്ധികൾ നമ്മൾ പഠിച്ചു. 1:23-21 കൊല്ലാൻ വേണ്ടി ശപഥം ചെയ്തു. പൗലോസിനെ കൊന്നല്ലാതെ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല. 40 പുരുഷന്മാർ ശപഥം ചെയ്തു. 2 അപ്പോസ്തലപ്രവൃത്തി 22:30 കൂട്ടുകെട്ടുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകെട്ടുണ്ടാക്കി. 3 24-35 പൗലോസിനെ കള്ളക്കേസ് പറഞ്ഞ് കോടതി കയറ്റി. കൊണ്ട് നോക്കും വാക്തത്വമുള്ളവനെതിരെ വരുന്ന പ്രവൃത്തികൾ. 4 24:5 അവനൊരു ബാധയാണ്, ദുരാത്മാവാണ് അവന്, പൗലോസിന്റെ ശുശ്രൂഷ കണ്ടപ്പം എന്ന് പറഞ്ഞ് പരത്തി. അപ്പോസ്തലപ്രവൃത്തി 24:9 ഈ നുണ പറഞ്ഞവരുടെ നുണ എല്ലാവരും കൂടെ ഏറ്റു പറഞ്ഞു. അതെ അതെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. 24:9. അടുത്ത 24:16 ആമേൻ, കുറ്റമറ്റ മനസാക്ഷി ഉള്ളവനാണെന്ന് പൗലോസ് പറഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറ്റമറ്റ മനസാക്ഷി ദൈവത്തിന് ഉള്ളവനാണെന്ന് പറഞ്ഞു. 25:3 ഞാൻ ഓടിച്ച് പറയുന്നതേ ഉള്ളൂ. വഴിയിൽ വെച്ച് യാത്രയിൽ പൗലോസിനെ ഒടുക്കാൻ വേണ്ടി പതിയിരിപ്പുകാരെ വരുത്തി. അടുത്ത് 25:5 ആമേ, ആളുകളെ കുത്തി ഇളക്കി വിട്ടു, പൗലോസിനെതിരെ പ്രചരണത്തിന് ഇളക്കി വിട്ടു. 25:25 കുറ്റമില്ലെന്ന് പൗലോസിനെ കുറിച്ച് തെളിഞ്ഞു. ഈ യാത്ര നടന്ന സംഭവമാണ്. പൗലോസിനെ കോടതികൾ പറഞ്ഞു പൗലോസിന് ഒരു കുറ്റമില്ല. പക്ഷേ 26-24 പൗലോസിനെ പിന്നെയും പറയുന്നു അവന് ഭ്രാന്താണെന്ന് പറയുന്നു കേട്ടോ, അവന് തലയ്ക്ക് ഓളമാണെന്ന് പറയുന്നു. 27-20 രക്ഷപ്പെടുമെന്ന ആശ ഒക്കെയും അറ്റുപോയി, കടലിൽ വെച്ച് കൊടുങ്കാറ്റടിക്കുന്നു. 28-3 പ്രശ്നങ്ങൾ കണ്ടോ? ഇതൊന്നും ഈ കൂട്ടുകെട്ടും പരിപാടി നടക്കാത്തതുകൊണ്ട് സാത്താനെ കയറ്റിവിട്ടു. അണലി പൗലോസിന്റെ കയ്യിൽ തൂങ്ങി. 28-4 നമ്മൾ പഠിച്ചു. അപവാദ പ്രചരണം നടത്തി പൗലോസിന് നേരെ. 28-16 വാക്തത്വം പറഞ്ഞ സ്ഥലത്ത് ദൈവം പൗലോസിനെ എത്തിച്ചു. ഈ പൗലോസ് എന്ന് പറയുമ്പോൾ ബൈജുപാസ്റ്റർ മാത്രമല്ല, നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടണം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ? ആ പദ്ധതിയിൽ നീ എത്തുന്നത് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ വിജയിക്കുകയില്ല, ദൈവ പദ്ധതി മാത്രമേ നിറവേറുകയുള്ളൂ. ആവർത്തിക്കുന്നു, പ്രശ്നങ്ങൾ വിജയിക്കുകയില്ല. ആമേൻ. ദൈവം നമുക്ക് തരാനിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക്, നമ്മുടെ പ്രധാന വാഗ്ദത്തം സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യം വിട്ട് ഒരു കളിയും നമുക്ക് വേണ്ട. സ്വർഗരാജ്യം വിട്ട് ഒന്നിനോടൊരു കോംപ്രമൈസ് നമുക്ക് വേണ്ട. പക്ഷെ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ഈ ഭൂമിയിലെ ഭൗതികോ ദൈവം നമുക്ക് തരുമെന്ന്, ഈ ഭൂമിയിലെ ആത്മീയോ ദൈവം നമുക്ക് തരുമെന്ന്. ആത്മീയം സ്വർഗത്തിൽ പോകാൻ, പാപം ചെയ്യാതെ ജീവിക്കാൻ, ഭൗതിക ഈ ഭൂമിയിൽ ജയത്തോടെ ജീവിക്കാൻ, ജാതികളുടെ തലകുനിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. അപ്പോ ഈ നന്മയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുൻപ് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും. കൊടുങ്കാറ്റടിക്കും, ഒറ്റപ്പെടലുണ്ടാകും, നിന്ദകളുണ്ടാകും. അവിടെയൊന്നും തലകുനിക്കരുത്, അവിടെയൊന്നും വാ പൂട്ടി സ്തോത്രം പറയാതിരിക്കരുത്. അവിടെയെല്ലാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊള്ളണം. വാക്ക് പറഞ്ഞ ദൈവം മാറുന്ന ദൈവമല്ല. എന്തെങ്കിലും ദൈവം കാണിച്ചു തന്നെങ്കിൽ, ഞാൻ മക്കളോടൊക്കെ യൗവനക്കാരോടൊക്കെ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ വരുമാനം ഒന്നും നോക്കരുത്. ഈ ഭൂമിയിൽ നിങ്ങളെ ദൈവം ഉയർത്തു വന്നേ. എന്തിനാ ദൈവം നന്മ തരാൻ പോകുന്നത്? ദൈവരാജ്യത്തിനോട് ചില ചെയ്യാൻ, കർത്താവിന്റെ മഹത്വത്തിനോട് ചില തരാൻ ദൈവം തരുവന്ന നന്മ. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അവിശ്വസ്തന്മാര് ദൈവം ഒരിക്കലും എനിക്ക് വിശ്വസ്തര്. ഹല്ലേലൂയ. അതിനനുഭവമാണ് ഈ പ്രസംഗിക്കുന്ന ഞാൻ. ദൈവം തരാതെ എനിക്ക് ഇവിടെ ശുശ്രൂഷ കിട്ടും. ജോലി എന്ന് സഹോദരൻ പറഞ്ഞു, ദൈവം ഒരു നന്മ തരാതെ നിങ്ങൾ ജോലി കിട്ടോ? ജോലി ചെയ്താലേ നമ്മൾ അധ്വാനിച്ചാലേ ഉണ്ടാവും. അതെ, എഴുന്നേറ്റ് നടക്കാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യും? മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല. വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാഗ്ദത്തം ചെയ്തവൻ മറക്കുകയില്ല. സംശയം വേണ്ടിനിയും മനമേ, കരുതിടുമാവൻ നിനക്കായി ദിനവും.
സംശയം വേണ്ടിനിയും മനമേ കരുതിയിടും അവൻ നിനക്കായി ദിനവോ. ഹല്ലേലൂയ. അപ്പൊ ദൈവപ്രവൃത്തിയുടെ രാത്രി, അതിൽ ദൈവം പൗലോസിനെ ധൈര്യപ്പെടുത്തി. പൗലോസ് ധൈര്യമായിരിക്കെ, നീ യെരൂശലേമിൽ എന്നെ പ്രസംഗിച്ചതുപോലെ റോമിലും എന്നെ പ്രസംഗിക്കും. പക്ഷെ റോമിൽ പ്രസംഗിക്കുന്നതിന് ഇടയിൽ മരണം മുഖാമുഖം കണ്ടെങ്കിലും മരണത്തെ ഏൽപ്പിച്ചില്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല രാത്രികൾ നമ്മൾ പഠിച്ചു. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി നമ്മൾ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇനി യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാമത് വാക്യം. അധ്വാന ഫലം ലഭിക്കാത്ത രാത്രി എഴുതുന്നവർക്ക് വേണ്ടി ഈ ശിമോൻ പത്രോസ് അവരോട് ഞാൻ ഞാനെന്ന വാക്ക് ശ്രദ്ധിച്ചോ. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, മാസം ഇത്ര ശമ്പളമുണ്ട്, എനിക്ക് നല്ലൊരു വലയുണ്ട്, എനിക്ക് നല്ലൊരു പടകുണ്ട്, ഞാൻ. ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ദൈവം സഹായിച്ചാൽ ഞാൻ മീൻ പിടിക്കാൻ പോകും എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വല്ലതും വേണോ ചോദിച്ചോണ്ട് അഹങ്കാരത്തോടെ അവൻ പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. ഹലോ, ഒരാവേ പറ. അപ്പൊ ഞാൻ എന്ന വ്യക്തി വല്ലത്തിന് പോയ, എൻ്റെ ഭാഷ ഇപ്പം ഞാൻ പറഞ്ഞൊരു മണ്ണാങ്കട്ടയിന്ന് കിട്ടൂല. പ്രിയമുള്ളവരെ, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു, ഞാൻ ദുബായിലേക്ക് പോകുന്നു, നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾക്കും വരാം. ഫ്ലൈറ്റ് കിട്ടിയതുപോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ എന്നുള്ള ചിന്ത ആദ്യം വിടണമായിരുന്നു ശിമോൻ പത്രോസ്. ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുമ്പം ഞാൻ എന്തൊക്കെയാണെന്ന് എനിക്കെല്ലാം പറ്റുമെന്ന് ആർക്കും ചിന്ത ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത പറയുന്നു, നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂല. യേശുവില്ലാത്ത അധ്വാനം പരാജയമാണ്. യേശുവില്ലാത്ത അധ്വാനം പരാജയമാണ്. യേശുവില്ലാത്ത ജീവിതം വട്ടപൂജ്യമാണ്. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ, നിങ്ങൾ വിജയിച്ചിരിക്കും. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ, നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടോ, നിങ്ങളുടെ ജീവിതം ശുഭകരമായി മുൻപോട്ട് പോകും. ഹല്ലേലൂയ. അപ്പോ ആ രാത്രി ഒന്നും പിടിച്ചില്ല. സംഭവിച്ചത് പ്രഭാതമായപ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമേൻ ശിഷ്യന്മാരെയും പുരുഷാരുമായിട്ട് ഇങ്ങനെ വരികയാണ്. യേശുവിന് പുരുഷാരത്തോട് സുവിശേഷം അറിയിക്കണം. കർത്താവ് അവിടെയുള്ള ശിമോനുള്ള പല പടകുകളുണ്ടായിരുന്നു. ഒരു പടകല്ല പത്രോസിനുണ്ടായിരുന്നു, പല പടകളുണ്ട്. അതിൽ ശിമോനുള്ളതായ ഒന്നിൽ യേശു കയറി. എല്ലാവരും നാമേ പറഞ്ഞാട്ടെ. അപ്പം അധ്വാന ഫലം ലഭിക്കാത്ത രാത്രിയെ കുറിച്ച് പഠിച്ചു വരുന്നു. ശിമോനുള്ളതായ ഒന്നിൽ യേശു കയറി. ആ ഒന്നിൻ്റെ പ്രത്യേകത, രാത്രി അധ്വാനിച്ചിട്ട് ശൂന്യമായ പടക്, 2 നാറ്റം പിടിച്ച പടക്, 3 നിന്ദിക്കപ്പെട്ട പടക്. ഇതൊക്കെ സമയമെടുത്ത് പിരിച്ച് പഠിക്കേണ്ട ചിന്തകളാണ്. 1 രാത്രി അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പടക്, 2 ശൂന്യമായ പടക്, 3 നിന്ദിക്കപ്പെട്ട പടക്, 4 നാറ്റം വച്ച പടക്. ഹല്ലേലൂയ. ആരും ഇഷ്ടപ്പെടാത്ത ശാപം പിടിച്ച പടക്. ശാപം പിടിച്ചത്, ശൂന്യമായത്, നിന്ദിക്കപ്പെട്ടത്, അധ്വാന ഫലം കിട്ടാത്ത ആ പടകിനെയാണ് എൻ്റെ യേശു ചോദിച്ചത്. സരാഫാത്തിലെ വിധവയുടെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. പ്രവാചകനാകുന്ന ഏലിയാവിനെ ദൈവം അയച്ചത് ആമേൻ ഒരൽപ്പം മാവും ഭരണയിൽ എണ്ണയും അല്പം മാത്രമുള്ള ഒരു വിധവയുടെ വീട്ടിലാണ് പ്രവാചകന് ദൈവം അയച്ചത്. ദൈവത്തിന് ഇന്ന് പകൽ വേണ്ടത് ധനികന്മാരെ അല്ല, ദൈവത്തിന് വേണ്ടത് എല്ലാ പ്രൗഢികളുമുള്ളവരെ അല്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തവര് ദൈവം. ഈ പകൽ ആര് നിങ്ങളുടെ ജീവിത പടകിനെ യേശുവിനോട് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു, നിന്റെ പടകിന്റെ നാറ്റം യേശുവിന് പ്രശ്നമല്ല, നിന്റെ ഭവനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് യേശുവിന് വിഷയമല്ല. ആത്മാവ് പറയുന്നു, നിന്റെ കുടുംബ മഹിമ
യേശുവിന് വിഷയമല്ല. യേശുവിന് വിഷയം നീ അവൻ ചോദിച്ചാൽ നിന്റെ പടകിന് കൊടുക്കുമോ എങ്കിൽ ഇന്ന് നിന്റെ വീട്ടിനകത്ത് വരാൻ, നിന്റെ പടകിനകത്ത് കയറി ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള യേശു കർത്താവ് ഈ ആരാധനാലയത്തിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. അത് തിരിച്ചറിയുന്നവര് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ ആ പടകിന്റെ നാറ്റം മാറാൻ പോകുകയാണ്. ശൂന്യമായ പടകാണ് കർത്താവേ. എനിക്ക് ഇന്നലെ അധ്വാനിച്ച് ഒന്നും കിട്ടില്ല, ഇന്നലെ ഉറങ്ങിയില്ല, ഞാൻ എനിക്ക് ഉറങ്ങാൻ പോകണം, എനിക്കിപ്പം പടകൊന്നും വിട്ടുതരാൻ പറ്റത്തില്ലെന്ന് ഒഴിവൊഴു പറഞ്ഞില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവർ ഒഴിവൊഴു പറയരുതേ. പറയാതെ വിട്ടുകൊടുത്താൽ എന്നെ നിറച്ചതുപോലെ ദൈവം നിങ്ങളെ നിറയ്ക്കും. എന്നെ അഭിഷേകം ചെയ്തതുപോലെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യും. എൻ്റെ മേൽ പകർന്ന ആത്മശക്തി 10 ഇരട്ടി നിങ്ങളുടെ മേൽ ആത്മശക്തി പകരും. ഉന്നതന്മാരുടെ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ, പ്രഭുക്കളുടെ നടുവിൽ എളിയവനെ കഴുതയെ ഇരുത്തിയതുപോലെ നിങ്ങളെ ദൈവം ഇരുത്തും. ആര് നിങ്ങളുടെ ജീവിത പടകിനെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടോ? എനിക്കറിയാം ആരോടൊക്കെ ദൈവം സംസാരിക്കണമെന്ന്. പകലിൽ നിന്റെ പടകിനെ ദൈവം പ്രഭുക്കന്മാരുടെ നടുവിലെത്തിക്കും. പ്രസംഗിച്ചു കഴിഞ്ഞപ്പം കർത്താവ് പറഞ്ഞു, ശിമോനെ, പത്രോസേ, ആഴത്തിലോട്ട് പടക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറയും. പുള്ളി ഒന്ന് ചിരിച്ചു. കർത്താവേ എന്ന് പറഞ്ഞാൽ കളിയാക്കി ചിരിച്ചാണ് യേശുവിനെ. രാത്രി മുഴുവനുമാണ്, നമ്മൾ രാത്രിയാണ് സാധാരണ അല്ലെ ചൂണ്ടയിടാൻ പോകുന്ന സഹോദരന്മാർ. യേശു കർത്താവ് എൻ്റെ വാക്ക് കേട്ട് വല വീശാൻ പോയി. എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് വല വീശി. പത്രോസ് വല വീശിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്തായിരിക്കും മനസ്സിൽ? മഷിക എന്ന് പറയുന്ന ഇവൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇനി പുള്ളി വല്ല ശപിക്കോ വല്ലതും ചെയ്യും. അതുകൊണ്ട് വല വീശിയിട്ട് എൻ്റെ ചിന്ത പറയാം, ഒരു മീനും കിട്ടൂല എന്ന് പുള്ളിക്കറിയാം. കണ്ട രാത്രിയാണ് മീൻ പിടിക്കുന്നത്. സാധാരണ രാത്രിയോ ഒന്നും കിട്ടില്ല, പിന്നെയാണ് പകല്. ചൂണ്ട ഇങ്ങനെ വരാൻ നോക്കിയിരിക്കും. 4 സൈഡിൽ നിന്ന് കറമ്പി ചൂണ്ട മാത്രം വിടും. പണ്ടത്തെ മീൻ അങ്ങനെയല്ല, അപ്പടി എടുത്തങ്ങ് വിഴുങ്ങും. ഈ മീൻ ആത്മാക്കളെ കാണിക്കുന്നു. പണ്ട് സുവിശേഷം കേട്ട ഉടനെ ആളുകൾ രക്ഷിക്കപ്പെടും. ഇന്ന് അവിടെ നിന്ന് കറമ്പി അതെങ്ങനെ അറിയാം? യേശു ദൈവമാണോ? എത്ര സഭയുണ്ട്? പിന്നെ സ്നാനം പിടികിട്ടോ നിങ്ങൾക്ക്? അപ്പൊ കറമ്പം മീനുകളാണ് ഇപ്പം കൂടുതൽ. സഭയ്ക്കന്നും കറമ്പുന്നവരുണ്ട്. പണ്ട് വിശ്വാസികൾ നിഷ്കളങ്കതയോടെ ഒരു ദൂത് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് വിഴുങ്ങി ഏറ്റെടുക്കും. അത് വിടുതലാവും അവർക്ക്. അതോടവർ സുവിശേഷത്തിന്റെ വലയ്ക്കാത്തവരുടെ കയറും. ഇതവിടുന്ന് കറമ്പി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കറമ്പുന്ന മീനുകൾ പിടികിട്ടുന്നുണ്ടോ? ഈ കറമ്പുന്ന മീനുകളെ ഒരു ദിവസം ദേഷ്യം വന്നൊരു പിടിയങ്ങ് പിടിക്കുക, അന്ന് ചെവിള കീറി വരും. ശരിയല്ലേ? ചെവിള കീറി ബ്ലഡ് വരുമ്പോഴേ പഠിക്കുള്ളൂ ചിലത്. സ്വോത്രം പറഞ്ഞില്ല നിങ്ങൾ? ഹല്ലേലൂയ. അതുകൊണ്ട് കറമ്പരുത്. സുവിശേഷത്തിന്റെ ശക്തി സത്യം അങ്ങനെ വിഴുങ്ങിക്കോണം. എങ്ങനെയെങ്കിലും സുവിശേഷത്തിന്റെ ചൂണ്ടയ്ക്കകത്ത് കയറി സഭയ്ക്കകത്ത് വന്നാൽ അടുത്ത നിനക്ക് തീയും കനലും ഇരിപ്പുണ്ട്. ആദ്യം നിന്റെ ചിറക് വെട്ടും. എന്താ വെട്ടും? എന്താ ചിറകിന്റെ പ്രശ്നം? സൈഡിൽ കൂടെ പോണെന്നും പോവാക്കൂല, കുത്തും. കണ്ടിട്ടില്ലേ? അതിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കുത്തുന്നത് പുള്ളിക്ക്. പക്ഷെ നമുക്കല്ലേ ബുദ്ധിമുട്ട്. ഇതൊക്കെ പിടികിട്ടിയില്ല. ഈ മീൻ അറിയുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക് ശല്യമാണെന്ന്? അത് അതിന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. പിടികിട്ടിയില്ല. ചെറിയ ജന്മ സ്വഭാവമാണ് ഈ നുണ പറയക്കം. ചെറുക്ക് ജന്മ സ്വഭാവമാണ് അയൽവാസികളെ കല്ലെറിയക്കം. ചെറിയ ജന്മ സ്വഭാവമാണ്. എവിടുന്നെങ്കിലും ഒരു തേങ്ങ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ എന്തോ ഇതുപോലെയാണ് ജന്മ സ്വഭാവം. അത് മാറൂല. അവർക്കത് സന്തോഷമാണ്. പക്ഷെ ബാക്കിയുള്ളവർക്കത് ബുദ്ധിമുട്ടാണ്. ആദ്യം ചിറക് വെട്ടും. മാത്രം പറഞ്ഞില്ലല്ലോ നിങ്ങൾ? ചിറക് വെട്ടിയാൽ ഉടനെ അടുത്ത പരിപാടിയാണ് പെനാലുകളയും. ചെതുമ്പൽ അല്ലേ? ചിലതിൻ്റെ ചെതുമ്പലൊക്കെ എന്നാ കളറല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ചെതുമ്പലുണ്ട്, ഫാൻസിന്ന് വാങ്ങിച്ചതുണ്ട്, ജുവലറിയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, കളഞ്ഞു കിട്ടിയതുണ്ട്, സ്ത്രീധനം, എന്തെല്ലാം ടൈപ്പ് ചെതുമ്പൽ. ചില കയ്യിലൊക്കെ അടിച്ചിരുന്ന ചെതുമ്പല് കാണണം, എന്തെല്ലാം കളർ. മണ്ണിനോട് ചേരേണ്ട സംഭവമാണ് ഇതെല്ലാം. ചെറുക്കെ കത്തി വരുന്നുണ്ട്. അപ്പൊ ഈ ചെതുമ്പലെല്ലാം എന്ത് ചെയ്യും? ഇതിന്റെ പേരാണ് മാനസാന്തരം, ചുരണ്ടും. ചെതുമ്പൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ദഹനമായി മാറില്ല. ചെതുമ്പൽ ചുരണ്ടിക്കഴിഞ്ഞ ഉടൻ അടുത്തേന്ന്
അപ്പൊ ഈ കയ്പെല്ലാം എടുത്ത് മാറ്റി, കയ്പെടുത്ത് മാറ്റി അടുത്ത പ്രോസസ്സാണ് എന്തോന്ന് പറഞ്ഞ് മീന് വെട്ടുമെങ്കിലല്ലേ അറിയാവൂ. അതാണ് സുന്ദരികളായ പെൺപിള്ളാര്. എത്ര പേര് മീൻ കറി വയ്ക്കാൻ അറിയാം? ഈ ഇടയ്ക്ക് ഒരു തള്ള പറഞ്ഞു, പാസ്റ്റേ ഒന്നിനെ കെട്ടിക്കൊണ്ടു, നമുക്ക് ചക്ക ഇളക്കാൻ പോലും അറിഞ്ഞൂടാ പാസ്, ചക്ക ഇളക്കാൻ വല്ലതും അറിയണോ? മുട്ട പൊരിച്ച തോരനായിട്ട് കിണ്ടിയെടുക്കും, തിന്നാൻ പറ്റൂല പാസ്റ്റേ. ഒന്നുകിൽ ഉപ്പ് കൂട്ടും, അല്ലെങ്കിൽ അവന് മുളക് കൂട്ടും. ആമേൻ. അതുകൊണ്ട് കല്യാണം കഴിച്ച് വിടാനുള്ള പെൺപിള്ളാര്, അമ്മമാര് വിദ്യാഭ്യാസം വിവരം വേണം. വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ലെങ്കിലും പാചകം പഠിപ്പിച്ചിരിക്കണം. അപ്പൊ നല്ല കറി വെക്കുന്ന ഒരു ഭാര്യയെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. സ്വതന്ത്രം നല്ല കറി വെക്കുന്ന ഒരു ഭാര്യയെ. അപ്പൊ ഈ പള്ള കീറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇത് ഒരിക്കലും വേണം. യേശു കർത്താവ് എന്ത് ചെയ്യും? എന്തിനാ വരയുന്നത്? ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ, കാണുമ്പോൾ തന്നെ ഒരു ചന്തം വേണ്ടേ? അങ്ങനെയാണോ? അല്ല, മസാല മൊത്തം ഇതിനകത്ത് പിടിക്കണം. ഇത് വരയണം. ഇത് വരയൂല, മസാല ഉപദേശത്തെ കാണിക്കുകയാണ്. ഇവിടുത്തെ ഉപദേശം ഒന്ന് അകത്ത് കയറുള്ള ചിലത് പുറമെ ഇങ്ങനെ പുരട്ടിയിട്ട് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് സംഭവമല്ല. ഈ സാധനം ശരിക്കും മസാല പിടിക്കണം, എങ്കിലേ കഴിക്കുന്നവർക്ക് ഗുണമാവുള്ളൂ. ആമേൻ പറഞ്ഞോ? ദൈവസഭയുടെ ഉപദേശങ്ങൾ, വചനത്തിന്റെ ഉപദേശങ്ങൾ നിങ്ങളിൽ അലിഞ്ഞു ചേർന്നെങ്കിലേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളൂ, നിങ്ങളെ കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനമുള്ളൂ. ഇനി ഫൈനൽ ഇത് വരഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലായി, രക്ഷകളെ എടുക്കണ്ടേ എന്നല്ലേ? ഇതെല്ലാം വരഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വരയണമെങ്കിൽ തലയെ പിടിച്ചാണ് ചെയ്യാൻ കേട്ടോ. തല ആദ്യമേ വെട്ടിക്കളയരുത്. അടുത്താണ് എന്തോ വെട്ടുന്നത്? തല വെട്ടും. ഞാനെന്ന ഭാവം അത് മാറണം. വരഞ്ഞതൊക്കെ ശരി തന്നെ, ഉപദേശം കേട്ടതൊക്കെ ശരി തന്നെ, വാലും മുറിച്ചു, ചെതുമ്പലും കളഞ്ഞു, മാനസാന്തരവും പെട്ടു. പക്ഷേ ചില സമയത്ത് ചിലർ തലയെടുക്കണം, എടുപ്പാണ്. വാതൊരാതെ സുവിശേഷവും പറയും. ആമേൻ പറഞ്ഞാട്ടെ. എപ്പോഴും വചനം പറയും, പക്ഷെ ഞാൻ എന്തോ ആണെന്നൊരു ചിന്ത വരും. അപ്പോൾ ഓർക്കണം, തല വെട്ടിയിട്ടില്ല, തല വെട്ടി മാറ്റണം. തല വെട്ടി മാറ്റുന്നില്ലെങ്കിൽ തലയ്ക്കകത്തിരിക്കുന്ന ചെകളെ എടുത്ത് മാറ്റണം. അതിന് വേറൊരു പൂക്കൊത്തെടുത്ത് മാറ്റണം. അത് അപകടമാണ്, നമുക്കത് വേണ്ട. വേണ്ടാത്തത് മുഴുവൻ പുറത്ത് കളഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് തീയിലോട്ട് വരികയാണ്, അഗ്നിക്കകത്തോട്ട് വരികയാണ്. അഗ്നിക്കകത്ത് ഒതുങ്ങിയിരുന്ന് വേവണം. ഒതുങ്ങിയിരുന്ന് വേവണമെങ്കിൽ മീൻ ചത്തതായിരിക്കണം. ഇപ്പം ആഫ്രിക്കൻ മുഷിയൊക്കെ ഇപ്പം ചില അത് നിരോധിച്ചെന്ന് പറഞ്ഞു, പക്ഷെ നല്ല മീനാണത്, ചിലയിടത്തൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് ചാവൂല. ഞാൻ കണ്ടിട്ടുണ്ട്, ആഫ്രിക്കൻ മുഷി കട്ട് ചെയ്ത് പൊരിക്കുമ്പോൾ എണ്ണയെ കിടന്ന് ഇങ്ങനെ തുടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ചാകാത്ത കേസുകളൊക്കെ അപകടമാണ്. പാത്രത്തെ വരെ മറിച്ച് കളയും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ ഫലമുണ്ടാക്കും. ഇന്ന് പകൽ ഈ സന്ദേശം സന്നപ്പോൾ ദൈവം തന്ന ചിന്തകളാണ്. ഈ ദൂത് എന്നോടാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ് നെഞ്ചു തുറന്ന് ഏറ്റെടുത്തോണം. ഞാൻ ഇതിനകത്ത് ചില ദൂതുകൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഏറ്റെടുക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അന്ന് രാത്രിയിൽ നടന്നൊരു അത്ഭുതം, ശൂന്യമായ പടകനെ ദൈവം ശൂന്യത മാറ്റി, നാറ്റം വെച്ച പടകന്റെ നിന്ന ദൈവം മാറ്റി. ഇന്ന് പകൽ നിന്ദിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹായിപ്പാൻ ആരുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്വർഗം പറയുന്നു, നിന്റെ ഭവനത്തിലെ ശൂന്യത മാറ്റാൻ, നിന്റെ ജീവിതത്തിലെ മാറ്റം മാറ്റാൻ കഴിവുള്ള ഒരുവൻ ഈ ആലയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് നസറേനായ യേശു. അധ്വാന ഫലം ലഭിക്കാത്ത ഒരു പോയിന്റ് ഞാനൊന്ന് ആരംഭിച്ചങ്ങ് വയ്ക്കാം. ഇനിയും തീരുന്നില്ല, ഈ ഭാഗം തുടരും. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 33-ാമത് വാക്യം. അപ്പോസ്തല പ്രവൃത്തി 16:33 വാക്യം. യെസ്. ആ രാത്രി ആ നാഴിക തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി.
അത്രയും മതി പൗലോസിന്റെ ശീലാസിന്റെ കാര്യം. ആ രാത്രി പൗലോസിനെ ശീലാസിനെ കൂട്ടിക്കൊണ്ടുപോയി മുറിവുകളെ കഴുകി. മുറിവുകൾ കഴുകപ്പെടുന്ന രാത്രി. എല്ലാവരും കേട്ടോണം. 2 മുറിവുകൾ. 1 ബാഹ്യമായ മുറിവുകൾ, 2 ആന്തരിക മുറിവുകൾ. 1 പുറമെയുള്ള മുറിവ്, 2 അകമയുള്ള മുറിവ്. പുറമെയുള്ള മുറിവ് പൊറപ്പിക്കാൻ ഇവിടുത്തെ ആശുപത്രിക്ക് കഴിയും. എൻ്റെ കൂടെ വരണേ നിങ്ങൾ. പുറത്തെ മുറിവ് പൊറപ്പിക്കാൻ ഇവിടെ മെഡിസിൻ ഉണ്ട്, ഇവിടെ ഓയിൻമെൻറ്റുകളുണ്ട്, ഇവിടെ ടാബ്ലറ്റുകളുണ്ട്. ഇവിടുത്തെ പുറത്ത് കഴിഞ്ഞ ദിവസം ഞാൻ നാഗർകോവിൽ ഇന്നലെ പകൽ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ ഒരു മോൻ്റെ, ഒരു കൊച്ചു പയ്യൻ്റെ മുഖം ഇത്രയും കീറിയിരിക്കുന്നു. 10 തയ്യൽ ഇവിടെ കണ്ണ് മുതൽ ഇതുവരെ വെട്ടിയതാണ് അവൻ്റെ സ്വന്തം സഹോദരൻ. ഞാൻ ചോദിച്ചു ബ്ലേഡ് കൊണ്ട് പോന്തിയതായിരിക്കും. അല്ല, വെട്ടിയതാണ്, കത്തിയെടുത്ത്. കൊച്ചു പയ്യൻ. അവൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, കളിച്ചോണ്ടിരുന്നപ്പം ദേഷ്യം വന്ന് പണ്ട് എന്നെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞതുപോലെ വെട്ടി. അങ്ങനെ പിന്നെ അപകടമുള്ള പിള്ളേരൊന്നും അല്ല. അതുകൊണ്ട് ആ കൊച്ചിനെതിരൊന്നും സ്വന്തം കൂടപ്പറപ്പ് കത്തി വെച്ച് കളിച്ചോണ്ടിരുന്ന ദേഷ്യം വന്നപ്പോൾ കീറിക്കൊടുത്തു. 10 തയ്യല്. ആ തയ്യൽ ഒരു 7 ദിവസത്തിനകത്ത് ഒട്ടിപ്പിടിക്കും അല്ലേ? സർജറി കഴിഞ്ഞവർക്കറിയാം തയ്യലൊക്കെ പെട്ടെന്ന് ഉണങ്ങും. കാരണം ഇപ്പം ഹൈടെക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മെഡിസിൻ ഉണങ്ങാനുള്ള പെട്ടെന്ന് മുറിവ് ഉണങ്ങാനുള്ള മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ കേട്ടോ, അകത്തെ മുറിവ് ഉണക്കാൻ ഇവിടുത്തെ ഒരു ആശുപത്രിയിലും മരുന്നില്ല. വാക്കുകൾ കേട്ട് ഹൃദയം മുറിഞ്ഞവരുടെ ഇരിപ്പുണ്ട്. മറ്റുള്ളവരുടെ പ്രവർത്തികളാൽ ഹൃദയം മുറിഞ്ഞവരുടെ ഇരിപ്പുണ്ട്. സ്വർഗം പറയുന്നു, മുറിവുകളെ ഉണക്കാൻ, മുറിവുകളെ കഴുകാൻ ഒരുവൻ ഇറങ്ങി വരുന്ന പകലാണ് ഇന്ന് പകൽ. രാത്രിയുടെ യാമങ്ങളിൽ ആരോടും പറയാതെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ വേദന സഹിച്ച് ഹൃദയം തകർന്ന ദൈവപൈതലേ, നിന്നോടിന്ന് പകൽ പറയുന്നു, നിന്റെ മുറിവുകളെ കഴുകുന്ന ഒരുവൻ ഈ ഹോളിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ജഗനമനഘടകസി. അസാധാരണമായ ഒരു ചികിത്സ ഇന്ന് പകലിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആരുമില്ല, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് തൂങ്ങി മരിക്കണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവിത് പകൽ എന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. താമെ കട്ടിലിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി, ഫാനിലേക്ക് നോക്കി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവര് നോക്കി കിടന്ന് ഉറങ്ങിപ്പോയതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്തില്ല. അതിന്റെ പുറകിൽ ദൈവത്തിനൊരു കരമുണ്ടായിരുന്നു. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഇടപെടുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ആരും അറിയാതെ കരയുന്ന നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. കരഞ്ഞവരുടെ ശ്രദ്ധയ്ക്ക് നിന്റെ കണ്ണുനീര് ദൈവം തുടച്ചിരിക്കും. നീ കരഞ്ഞത് മനുഷ്യന്റെ മുൻപിലല്ലെങ്കിൽ, നീ കരഞ്ഞത് മനുഷ്യരുടെ മുൻപിലല്ല, ദൈവത്തിന്റെ മുൻപിലാണെങ്കിൽ നിന്റെ കണ്ണുനീര് ദൈവം തുടച്ചിരിക്കും. ഞാൻ ബൈബിൾ വെച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കരയുമ്പോൾ നമുക്ക് തോന്നും, എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ കരയേണ്ടി വന്നത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. 22 വർഷമായി ദേശത്ത് വന്നിട്ട് കുറച്ച് വർഷമേ ആയുള്ളൂ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. എങ്കിലും കരച്ചിലുണ്ട്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല, ഞങ്ങൾ ഇപ്പോഴും കരയുന്നുണ്ട് പല വിഷയങ്ങളിലും. പക്ഷെ സങ്കടമില്ല. എൻ്റെ യേശുപ്പച്ചൻ ഒരിക്കൽ കരഞ്ഞവനാണ്. ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ട് എന്തെന്ന് ചോദിച്ച് കരഞ്ഞതാണ്. സ്വോത്രം. ഞാനും കരയേണ്ടി വന്നാലും എൻ്റെ മുറിവുകളെ കഴുകുന്ന ഒരുവൻ, എൻ്റെ ഹൃദയത്തിലെ വേദന അറിയുന്ന ഒരുവൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. വചനം വിശ്വസിക്കുന്നവര് വാ തുറന്നു പറ, എൻ്റെ മുറിവ് ഉണക്കുന്ന എൻ്റെ ഹൃദയത്തിന് ഒരു രോഗം ജീവിതത്തിൽ വന്നാൽ, രോഗമെന്ന് ഞാൻ പറഞ്ഞ ജലദോഷവും പനിയല്ല, ഒരു അസാധാരണമായൊരു ശ്വാസം മുട്ടൽ വന്നാൽ, ഒരു ക്യാൻസർ വന്നാൽ, രാത്രി ഉറങ്ങുമ്പം എന്തോ ഒരു വെപ്രാളം വരുന്നു, കഫക്കെട്ട് വർദ്ധിച്ചാൽ, തലയ്ക്കകത്ത് അസാധാരണ വേദന ഉണ്ടായാൽ, ശരീരം ലോ ഷുഗറായാൽ, BP ഹൈ ആയാൽ പെട്ടെന്നൊരു മരണഭയം കയറി വരും. ഏത് ആത്മീയൻ്റെ ശരീരത്തിനകത്തും ശരീരം വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഈ പ്രയാസം ഉണ്ടാകും.
അങ്ങനെ വേദനിക്കുന്ന ചിലരിവിടെ ഉണ്ടെന്ന് ദൈവാത്മ പറയുന്നു. ഇതുപോലെ നിന്റെ മുറിവ് ഉണക്കുന്നവരിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അർത്ഥരം ജനാരഘടകസി. ഞാൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന ചിലരെ ഇന്ന് പകലിൽ എൻ്റെ പ്രാണപ്രിയൻ മുറിവുകൾ ഉണക്കാൻ പോകുകയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ആത്മഹത്യക്ക് ചിന്തിക്കുന്ന, ബെഡിൽ കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ദൂത് വേണമെങ്കിൽ ഏറ്റെടുത്തോണം, ആരാധിക്കാൻ പറയുന്നതല്ല, കരയാൻ പറയുകയാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി, ഫാനിലേക്ക് നോക്കി, മരിച്ചാൽ എന്ത് സംഭവിക്കും, സ്വർഗത്തിൽ പോകൂലെന്ന് മനസ്സിലായപ്പം അത് ക്യാൻസൽ ചെയ്ത് എന്നാലും മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടെന്ന് യഹോവയുടെ ആത്മാവ് ഇടപെടുകയാണ്. സ്വർഗം പറയുന്നു, സഹോദര, നീ മരിച്ചാൽ നിനക്ക് നിത്യത നഷ്ടപ്പെടും. പക്ഷേ നിന്റെ മുറിവുകളെ കഴുകുന്നവൻ മുറിവുകളെ കഴുകി നിന്റെ വിഷയത്തിന് പരിഹാരം നൽകിയാൽ ദേശത്ത് നീ മാനിക്കപ്പെടും. അല്പം നീ വെയിറ്റ് ചെയ്യ്. എൻ്റെ പാദപീഠത്തിൽ മുഴങ്കാലം അടക്ക്. ഞാൻ നിന്നെ സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. എൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ മുറിവുകൾ ഞാൻ കെട്ടിയത് നാട്ടുകാരറിയും. നിന്റെ കണ്ണുതിരിഞ്ഞ് തുടച്ചത് ദേശം മുഴുവൻ അറിയും. ഞാൻ എൻ്റെ മഹത്വം നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തും. ഓ വിശ്വസ്തയോടെ ദൈവമക്കൾ സേവിക്കുന്നവരോടാണ് ദൈവം സംസാരിക്കുന്നത്. ഓ റിബനഘടക ശംഭരാജകസേ, എളിയവർ തൻ മക്കൾ കീലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. എളിയവർ തൻ മക്കൾ വലിയവനാം അനുകൂലമാണ്, ബലവും മഹിമയും നീതാ. ആരുമില്ല നീ ഒഴികെ ചാരുവാ ഒരാ പാരിലൻ കണ്ണുകൾ നിറഞ്ഞ് ഓ ആരുമില്ല നീ ഒഴികെ. ഞങ്ങളുടെ ഒരു കൊച്ചനുഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭയങ്കര ദൈവസാന്നിധ്യം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. എൻ്റെ വൈഫിൻ്റെ വീട് നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഒരു കൊച്ചു വീടാണ്, കൊച്ചു വീട്. ആ ഏരിയയിലെ ഏറ്റവും ചെറിയ വീട്. ഒരു പാറപ്പണിക്കാരൻ്റെ മോളാണ് അവള്. തലയിൽ തറയിൽ നിന്ന് മണ്ണ് വാരി മുകളിലോട്ട് എറിഞ്ഞ് ഒരു സ്ത്രീ ശപിച്ചു എൻ്റെ വൈഫിൻ്റെ അമ്മയെ. നിന്റെ മോള് നല്ല ഒരുത്തൻ്റെ കൂടെ പൊറുക്കൂലടി എന്ന് വിളിച്ചു. ചോദിച്ചു നോക്ക്. ആ ശാപമാണ് ഇന്ന് എന്നെ അവൾക്ക് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ വേറെ വലിയ ആളുകളെ കിട്ടിയേനെ. ഈ ശപിച്ചവളുടെ മോളെ അന്യജാതിക്കാരൻ കൊണ്ടുപോയി. ഒരു ചേർച്ചയുമില്ല. കുടുംബം താറുമാറായി. ശപിച്ചവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ശപിച്ചവളുടെ കുടുംബം തകർന്നു. ശാപം കേട്ട ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. അടുത്ത പരിപാടി എന്താണ്? വാല് വെട്ടി. ചിലതിന് വാലിത്തിന് കൂടുതലാണ്. കണ്ടിട്ടില്ലേ? പൂവാല ശല്യം കണ്ടിട്ടില്ലേ? ആമേൻ. ഇപ്പം സ്കൂളും കൂടെ തുറന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കാണാം റോഡുകളിൽ. വാലെല്ലാം വെട്ടണം, സഭയ്ക്കകത്ത് വെച്ച് വെട്ടണം. വാല് വെട്ടി ആണ് ദൂതൽ വരുന്നുണ്ടോ സ്വത്രമൊക്കെ. വാല് വെട്ടിയാൻ അടുത്ത് നിന്റെ പള്ള കീറും. പള്ള എന്ത് ചെയ്യും? കീറും. ഇതിനകത്താണ് ഇരമ്യാവിൽ വായിക്കുന്നത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്. എൻ്റെ ഭാഷയിൽ വിഷമുള്ളത്. അകത്തിരിക്കുന്ന കയ്പുണ്ട്. കയ്പ് കണ്ടിട്ടുണ്ടോ? എല്ലാ കോഴിക്കും എല്ലാ മീനിൻ്റെ അകത്തും ഒരു ചെറിയ കയ്പുണ്ട്. അത് പൊട്ടുവങ്ങി അതിൻ്റെ ഇറച്ചി മൊത്തം പോക്ക് തന്നെ.
അപ്പം ഈ സാധനം വച്ചുകൊണ്ട് നമുക്ക് പൊരിക്കാൻ പറ്റില്ല, പൊരിച്ചാൽ നമുക്ക് ഉപയോഗം വരില്ല. ഈ സാധനം പള്ള കീറി മാനസാന്തരപ്പെട്ട് കളയാത്തതാണ് കയ്പ്പിക്കുന്നത്. അത് വീടിനകത്തും കഴിക്കും, ഭർത്താവിനും കഴിക്കും, ഭാര്യയ്ക്കും കഴിക്കും, മക്കൾക്കും കഴിക്കും, എല്ലാവർക്കും കഴിപ്പ്. തുറന്ന കയ്പ അനുഭവം. എന്നെപ്പോലെ അനുഭവമുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെ ശപിച്ച പലരും ഭൂമിയിലില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിനക്കെതിരായി നിൽക്കുന്ന പലതിനെ ദൈവം സന്ദർശിക്കും. നീ മിണ്ടാതിരുന്നാൽ മതി. നീ മിണ്ടരുത്, നീ മിണ്ടരുത്. നീ മിണ്ടിയാൽ ദൈവം മിണ്ടില്ല. സഹോദരങ്ങളെ, ഒന്ന് കൈകൊടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞ്, നമ്മൾ ആരോടും സംസാരിക്കാൻ പോകരുത്. ഒന്ന് പറഞ്ഞേ പ്ലീസ്. ഒന്നുകൂടെ പറയണം, നമ്മൾ സംസാരിച്ചാൽ ദൈവം സംസാരിക്കില്ല. മിണ്ടരുത്. ദൈവം പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. മിണ്ടാതിരുന്ന് ദൈവമക്കൾ ഇന്ന് പകൽ ഒത്തിരി വേദനിക്കുന്ന ഹൃദയം തകർന്നവരുടെ ഇരിപ്പുണ്ട്. സ്വർഗം പറയുന്നു, നീ തകരണ്ട. നിന്റെ തകർച്ച മാറ്റാൻ മുറിവ് കഴുകുന്ന ഒരുവൻ ഇന്ന് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ മുറിവ് കഴുകുന്ന ഒരുവൻ ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ നിലവിളി കേൾക്കുന്ന ഒരുവൻ, ആരുമില്ലാതെ കരയുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവൻ. നീ കയറി പിടിക്ക് യേശുവിനെ. യേശുവേ, അബ്ബാ പിതാവെന്ന് വിളിക്ക്. റബ്ബൂനി എന്ന് യേശുവിനെ വിളിക്ക്. എല്ലാ കണ്ണുകളും അടയ്ക്ക്.